ഞാൻ 1,30,000 രൂപയുടെ ഒരു ഫോൺ പർച്ചേസ് ചെയ്ത് ഇത് തട്ടിച്ചിട്ട് ആൾ മുങ്ങിയിരിക്കുകയാണ് നിലവിൽ. അപ്പോൾ അതിൻ്റെ പരാതി റെസീറ്റാണ്. ആ ഫോണിൻ്റെ വ്യാജ ബില്ല് അവിടുന്ന് ചെന്നൈ മൊബൈൽസിന് അടിക്കുന്നതാണ് പൈസ. മൊബൈൽ കടയിൽ നിന്ന് വില കൂടിയ ഫോണുകൾ പലിശരഹിത വായ്പയ്ക്ക് വിറ്റ ശേഷം ഫോണിന് പകരം പണം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൈക്കലാക്കി സ്ഥാപനത്തിന്റെ മാനേജർ മുങ്ങി. എടപ്പാൾ ടൗണിലെ ചെന്നൈ മൊബൈൽസിലെ മാനേജറായ എറവക്കാട് കൊള്ളന്നൂർ കഴുങ്ങിൽ വീട്ടിൽ മുഹമ്മദ് ഫായിസാണ് ലക്ഷങ്ങളുടെ ഫോണുകളുമായി മുങ്ങിയത്. എടപ്പാളിലും പരിസരങ്ങളിലുമുള്ള ചെറുപ്പക്കാരുമായി സൗഹൃദം സ്ഥാപിച്ച് ഫോണുകൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ പലിശരഹിത വായ്പയിലൂടെ അവരുടെ പേരിൽ വാങ്ങിപ്പിക്കുകയായിരുന്നു. അതായത് പണത്തിനാവശ്യമുള്ളവരുമായി ഫായിസ് സൗഹൃദത്തിലാവുന്നു. അവരുടെ ബജാജ് അക്കൗണ്ട് വഴി ഫോൺ പർച്ചേസ് ചെയ്യാമെന്നും പകരം പണം നൽകാമെന്നും വാഗ്ദാനം ചെയ്തു. പലിശരഹിതമായി പണം കിട്ടുമെന്നായതോടെ ആളുകൾ ഇതിന് തയ്യാറായി. എന്നാൽ ലക്ഷങ്ങളുടെ ഫോണുകൾ കയ്യിലായതോടെ മാനേജർ മുങ്ങി. നിരവധി വ്യക്തികളുടെ പൈസയാണ് ഈ വ്യക്തി മുക്കിയിട്ട് ആ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഫോണും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും വാങ്ങിയിട്ട് മുങ്ങിയിരിക്കുന്നത്. ഈ വ്യക്തിക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് അപേക്ഷിക്കുകയാണ്. 1.5 ലക്ഷം മുതൽ 60,000, 40,000, 30,000 തുടങ്ങിയ വലിയ വിലയുള്ള ഫോണുകളാണ് മിക്കവരും വാങ്ങിയത്. ഫോണുകൾ ഫായിസിന് തന്നെ നൽകി. 15 ദിവസത്തിനകം പണം റൊക്കമായി ഇവർക്ക് നൽകാമെന്നായിരുന്നു ഫായിസിന്റെ വാഗ്ദാനം. ഫോണുകൾ കയ്യിലായതോടെ മാനേജർ എടപ്പാളിലെ ചെന്നൈ മൊബൈൽസിൽ വരാതായി. ഇതോടെയാണ് ഇടപാടുകാർ തട്ടിപ്പ് മനസ്സിലാക്കിയത്. തലക്കശ്ശേരി കറങ്ങേത്തുപടി ജിജി, ഒതളൂർ സ്വദേശി ഷിബിൻ എന്നിവരുടേതടക്കം 5 പരാതികളാണ് ചങ്ങരകുളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. ഇതോടെ ഫായിസിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഫോൺ വാങ്ങിയവരുടെ ആദ്യ തിരിച്ചടവ് അടുത്ത മാസം ആരംഭിക്കും. 1.5 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങിയ ഷിബിന് 5,600 രൂപ പ്രകാരം 2 വർഷം തിരിച്ചടയ്ക്കണം. കൂടാതെ കൊച്ചി കടവന്ത്രയിലെ ഒരു മൊബൈൽ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരിക്കെ 5 ഫോണുകൾ മോഷ്ടിച്ച കേസിൽ ഫായിസിനെ കടവന്ത്ര പോലീസ് മുൻപ് പിടികൂടിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ സഹപ്രവർത്തകരുടെ സ്വർണ്ണാഭരണം ഉൾപ്പെടെ പണയപ്പെടുത്താൻ ഫായിസ് വാങ്ങിയെന്നും ചെന്നൈ മൊബൈൽസുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞു. ചെന്നൈ മൊബൈൽസ് സ്ഥാപനത്തിലെ ഇടപാടുകാരെ വഞ്ചിച്ച ഫായിസിനെതിരെ ചങ്ങരകുളം പോലീസിൽ കടയുടമയും പരാതി നൽകിയിട്ടുണ്ട്.